394. വെറും 20 വർഷം കൊണ്ട് 280ഓളം പുതിയ മനോരോഗങ്ങളെ അവർ അപ്രൂവ് ചെയ്തു ദിസ് മാഗസീൻ വഴി. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. ബിസിനസ്. പുതിയ എന്ത് ലക്ഷണം കണ്ടിരുന്നാൽ അത് മനോരോഗമാണ്, ട്രീറ്റ്മെന്റ്. അപ്പോ 280 പുതിയ രോഗങ്ങൾക്ക് ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്ന് നിർമ്മിക്കാനുള്ള സൗകര്യം, ഭാഗ്യം ലോകത്തെ ഫാർമസ്യൂട്ടിക്കൽ ലോബിക്ക് സാധിച്ചു. ഇതൊരു വലിയ സംഭവമാണ്. ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും ചർച്ചയുണ്ടോ? അവതാരകനോട് ഞാൻ ചോദിക്കുക, ഇതൊരു ഒരു നിസ്സാര കാര്യമല്ല. നമ്മള് ഡ്രഗ്സിന്റെ ഇമ്പാക്ട് കുറയ്ക്കുക എന്ന് പറയുന്ന മെഡിസിൻ കൊടുത്ത് കുറയ്ക്കാനാണോ, അതോ ഡ്രഗ്സ് ഇല്ലാതാക്കുക, ഡ്രഗ്സിന്റെ ഹൈഡോട്ട്സോ അല്ലെങ്കിൽ എവിടുന്നാണ് അത് ഇങ്ങോട്ട് വരുന്നത് ഇല്ലാതാക്കാനാണോ? ബിഗ് ക്വസ്റ്റ്യൻ. ഈ ബിഗ് ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടുപോയിരുന്നാൽ എനിക്ക് പേടിയാണ്. അല്ലേ? അത്രയും ഔഷധങ്ങൾ വേണ്ടേ? ഔഷധങ്ങൾ മാത്രമല്ല, അത്രയും മനോരോഗികൾ വേണ്ടേ? മനോരോഗികളെ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഇല്ലേ ഡോക്ടർ? വേണ്ടേ? ക്രിയേറ്റ് ചെയ്യണ്ടേ? സോ ഇത് ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഈ അഭിപ്രായം ഞാൻ ഈ പറഞ്ഞത് കേരളത്തിൽ എവിടെയെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. വീണ്ടും മറ്റൊരു പുസ്തകം ഞാൻ വായിച്ചു, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട്. കാരണം ഈ പുസ്തകത്തിന് ഐഡിയാസ് ഒക്കെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്, ഒരുപാടുണ്ട്. അത് കണക്റ്റഡ് ആയിട്ട് പോളിറ്റിക്സ് ആണ്. ഞാൻ ഈ പറയുന്ന പോളിറ്റിക്സ്, ഇറ്റ് ഈസ് ഇന്റർനാഷണൽ പോളിറ്റിക്സ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക, മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പൊ അതുമായിട്ട് ആ ടൈമിലാണ് ലോകത്ത് വലിയ ഒരു മൂവ്മെന്റ് നടന്നത്. കേരളത്തിലൊക്കെ ഭയങ്കരമായ ചർച്ച വന്ന മൂവ്മെന്റ് ആണ് ഗ്ലോബലൈസേഷൻ. മാർക്കറ്റിനെ ഗ്ലോബലൈസ് ചെയ്യുക. മാർക്കറ്റിനെ ഗ്ലോബലൈസ് ചെയ്യണമെങ്കിൽ ഓരോ രാജ്യങ്ങളിലും നിപ്പുണ്ട് നിയമങ്ങൾ. ഇമ്പോർട്ടിനെതിരായിട്ടുള്ള ഇമ്പോർട്ട് ടാക്സ്. ആ ഇമ്പോർട്ട് ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കപ്പെടണം. ആൻഡ് ദാറ്റ് ഈസ് ലിബറലൈസേഷൻ. നിയമങ്ങൾ അപ്പൊ പ്രോഡക്റ്റുകൾ വരും. ഈ നിയമങ്ങളുടെ ലഘൂകരണം പിടിച്ചുകൊണ്ട് വേറെ അനവധിയായിട്ടുള്ള നിയമങ്ങളിൽ പരിഷ്കാരങ്ങൾ വരും, ലഘൂകരണം വരും. സോ ആ ലഘൂകരണങ്ങൾ വഴിയാണ് വിദേശത്ത് നിന്ന് പോലും മയക്കുമരുന്ന് രാജ്യങ്ങളിലേക്ക് പോകും. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കണം. ലോകത്ത് ഈ ഒരൊറ്റ രാജ്യമേ ഉള്ളൂ ഇത്തരത്തിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മയക്കുമരുന്ന് പോകുന്നതിനെ ശക്തമായി എതിർത്തത്. 1839 ചൈനയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയും ചുറ്റുമുള്ള പ്രദേശ രാജ്യങ്ങളിലേക്ക് ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തു നിന്നുള്ള പ്രദേശങ്ങളിൽ ഓപ്യം കൃഷി നടത്തിച്ചു. നമ്മളിങ്ങനെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുമ്പോൾ ചമ്പാരന്റെ പ്രശ്നങ്ങൾ, ബീഹാറിലെ ചമ്പാരൻ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ കർഷകരെ കൊണ്ട് അവിടുത്തെ കൃഷിയിടത്തില് അവരുടെ നല്ല കാർഷിക വിഭവത്തെ മാറ്റിയിട്ട് അവിടെ ഓപ്യം കൃഷി ചെയ്യിച്ചു. എന്നിട്ട് ഇത് മൊത്തം അട്ടിമകളെ പോലെ പണിയിച്ചിട്ട് ഇതിൽ നിന്നും കറുപ്പെടുത്തിട്ട് ഇത് ചൈനയിലേക്കും ഈസ്റ്റേൺ പ്രദേശങ്ങളിലേക്കും